എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭാഗവതത്തിലെ കംസവദനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. കംസൻ അക്രൂരനെ രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ അയച്ചു. അപ്പോൾ അക്രൂരൻ ആരാണ് എന്നുള്ളതിനെ പറ്റി ആദ്യം നമുക്ക് പറയാം. പണ്ട് കാശി രാജ്യത്ത് 12 വർഷം തുടർച്ചയായി യാതൊരു മഴയുമില്ലാതെ ഭയങ്കരമായ വരൾച്ച ഉണ്ടായി. 12 വർഷം തുടർച്ചയായി ജലാശയങ്ങളെല്ലാം വറ്റി, നദീജലങ്ങളെല്ലാം വറ്റി, കിണറുകളൊന്നും വെള്ളമില്ല, ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കൃഷിക്ക് വെള്ളമില്ല. അങ്ങനെ ഭയങ്കരമായ ഒരു വരൾച്ച ഉണ്ടായപ്പോൾ കാശി രാജാവ് എല്ലാവരോടും ആരാഞ്ഞു, ഇതിനെന്താ പരിഹാരം എന്നാരാഞ്ഞപ്പോൾ ചില ഋഷീശ്വരന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, സ്വപൽക്കൻ എന്ന ഒരു ഋഷിയുണ്ട്, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് യാഗം ചെയ്താൽ, യാഗാചാര്യനായി അദ്ദേഹത്തെ നിർത്തി യാഗം ചെയ്താൽ ഇതിന് പരിഹാരമുണ്ടാവും, മഴയുണ്ടാവും എന്ന് ശ്രേഷ്ഠന്മാർ അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് അദ്ദേഹം സ്വപൽക്കനെ എന്ന മഹാമുനിയെ കാശി രാജ്യത്തേക്ക് വിളിച്ചു വരുത്തി. ഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ കാൽ അവിടെ തൊടുന്നതിന് മുമ്പ് തന്നെ, കാൽ സ്പർശം ഏൽക്കും മുമ്പ് തന്നെ കാശി രാജ്യത്ത് ഭയങ്കരമായ മഴയുണ്ടായി. തുടർച്ചയായ മഴ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഴ. ജലാശയങ്ങളെല്ലാം നിറഞ്ഞു മുങ്ങി, നദികൾ കടൽ പോലെയായി, പാടങ്ങൾ, കൃഷിസ്ഥലങ്ങളെല്ലാം സമൃദ്ധിയായി, ജനങ്ങളെല്ലാം വളരെ സന്തുഷ്ടരായി, കൊടികൾക്കെല്ലാം ധാരാളം വെള്ളം ലഭിച്ചു. അങ്ങനെ ഇത് കണ്ട സമയത്ത് രാജാവിന് ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പാരിതോഷം കൊടുക്കണം എന്ന് വിചാരിച്ച് ധാരാളം പണവും ഇതെല്ലാം കൊടുത്തു. അതിനു പുറമെ ഇദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും നൽകണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയെ സ്വന്തം പുത്രിയായ ഗാന്ധിനി എന്നാണ് അന്നത്തെ കാശി രാജാവിൻ്റെ പുത്രിയുടെ പേര്. ഈ ഗാന്ധിനിയെ സ്വപൽക്കന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ ദമ്പതിമാരിൽ ഒരു പുത്രനുണ്ടായി. അതാണ് അക്രൂരൻ. ഇദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെയും നന്ദഗോപരുടെയും ഒക്കെ ഒരു അകന്ന ബന്ധു കൂടിയാണ്, ഭയങ്കര കൃഷ്ണഭക്തൻ കൂടിയാണ്. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം കൊണ്ടുള്ളത്, ഈ കൃഷ്ണഭക്തൻ പറയുന്ന സമയത്ത് കൃഷ്ണൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കലകളെല്ലാം വികൃതിയെല്ലാം കണ്ട ആളാണ് അക്രൂരൻ. അപ്പോൾ കൃഷ്ണഭക്തി ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിന് ശേഷമാണല്ലോ ഭക്തി വരിക. പക്ഷേ ഇദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ ഭക്തിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മഹാവിഷ്ണു ഭക്തി എന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനിച്ച ശേഷം എല്ലാം കഴിഞ്ഞ ശേഷം ഭക്തി അതിനു മുമ്പ് തന്നെ അയാൾക്ക് ഭക്തിയുണ്ട്. അപ്പം എന്താണ്, മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു, ആരാധകനായിരുന്നു, യാദവകുലത്തിൽ പിറന്നവനായിരുന്നു. ഇദ്ദേഹം നമ്മുടെ കംസൻ്റെ രാജധാനിയിലായിരുന്നു ജീവിതം. കംസന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. ഇനി നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. കംസൻ രാമകൃഷ്ണന്മാരെ കൊല്ലാൻ വേണ്ടി അയച്ച എല്ലാ അസുരന്മാരും മരിച്ചു. പോകുന്ന സ്ഥലത്തൊക്കെ അവർക്ക് തോൽവിയാണ് സംഭവിക്കുകയുണ്ടായി. കംസന് ഭയങ്കര തലവേദനയായി. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ, ഉറക്കമില്ലാതെ, ഊണില്ലാതെ കഴിയാണ്. എങ്ങനെയും ഈ രാമകൃഷ്ണന്മാരെ കൊല്ലണം, പ്രത്യേകിച്ച് 8ാമത്തെ പുത്രനാരാണോ അദ്ദേഹത്തെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. ഒടുവിൽ രാജധാനിയിൽ മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി. മന്ത്രിമാരൊക്കെ പേരിനാണ് കേട്ടോ, ഇദ്ദേഹം തീരുമാനിക്കുന്നത് തന്നെ ഇവിടെ ചോദിച്ചു. എങ്കിലും ഒരു രാജമര്യാദയുണ്ടല്ലോ, ആ നിലയ്ക്ക് ചോദിച്ചു, ഇനി എന്താ മാർഗം എന്നാലോചിച്ചു. ഓരോ അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ആയുധം കൊണ്ടോ അക്രമം കൊണ്ടോ ഇനി നമ്മൾ യാതൊന്നും ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല, പോയവരൊക്കെ മരിച്ചിട്ടേ വരണം, അത് നടക്കില്ല എന്നുള്ള ഇതായി. പിന്നെ എന്താ പറയുക, ബുദ്ധി കൊണ്ട് മാത്രമാണ് പരിഹാരം.
അപ്പോൾ ബുദ്ധിയാണെങ്കിൽ അവർക്കില്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ കംസൻ അത് ശരിയാണെന്ന് തോന്നി. ആ ശരി ആയിക്കോട്ടെ, ഇനി അതിനെന്താ മാർഗം, അതിനുള്ള മാർഗം ഉപദേശിക്കും. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് അസുരന്മാരെ അയച്ച് കൊല്ലുന്നതിനേക്കാൾ ഭേദം അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരിക, എന്നാൽ കൊല്ലാൻ എളുപ്പമുണ്ടായിരിക്കും. കംസൻ ആലോചിച്ചപ്പോൾ അതും ശരിയാണോ തോന്നി. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മളുടെ കൺട്രോളിലായിരിക്കുമല്ലോ, അത് എങ്ങനെയും കൊല്ലാം, അതും ശരിയാണ്. ഇനി എങ്ങനെ അവർ വരുത്തും? നേരിട്ട് പോയി അങ്ങനെ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല, അവർക്കും ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പം എങ്ങനെയെങ്കിലും അവർ വരുത്തണം, അതിന് മാർഗം എന്താണ്? അതിന് ഒരാൾ പറഞ്ഞു, അപ്പോൾ കംസൻ എല്ലാ വർഷവും ധനുർയാഗം എന്നൊരു യാഗം അവിടെ ചെയ്യാറപ്പതുണ്ടായിരുന്നു. അത് ആ യാഗത്തിൻ്റെ സമയമായിരുന്നു അത്. ചാവയാഗം എന്നും പറയും, അതിന് ധനുര്യാഗം എന്നും പറയും. അപ്പോൾ ആ സമയമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മൾക്ക് ഏതായാലും അത് കഴിയണം, ദൈവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, കുടുംബ ഐശ്വര്യത്തിനും ദൈവപ്രീതിക്കും വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു യാഗമാണത്. അത് വർഷാവർഷം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സമയമായി കഴിഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ യാഗം നടത്താം ഇവിടെ. ഈ യാഗത്തിന് അവരെ നമുക്ക് നല്ല രീതിയിൽ ക്ഷണിച്ചു വരുത്താം. അപ്പോൾ യാഗത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി അവർ തീർച്ചയായും വരും. ശരിയാണ്, കുടുംബത്തിൽ ഒരു പൂജ കഴിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ളത് എല്ലാവരും സംഗമിക്കും, എന്നല്ലേ അവർക്ക് ഐശ്വര്യം വരുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇങ്ങനെ ഒരു യാഗം നടത്തേണ്ടത്, അതുകൊണ്ട് എല്ലാവരും നന്ദഗോപുരം എല്ലാവരും സകുടുംബം അവിടെ വരണം എന്ന് കംസൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വരയിൽ പെടും അവർ. അപ്പോൾ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ഓ ശരി, അതും തീരുമാനിച്ചു. ഇനി ഈ ദൗത്യം ആര് എടുക്കും, ആരെ പറഞ്ഞയക്കും? ഈ അസുരന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പിന്നെയും ഇത് തന്നെയായിരിക്കും, പഴയ ഗതി തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ വിശ്വസ്തനായ, അവർക്കും നമ്മൾക്കും വിശ്വസ്തനായ ഒരാളെ പറഞ്ഞയക്കണം, എന്നാലേ നടക്കുള്ളൂ. അതായത് നന്ദഗോപർക്കും കംസനും വിശ്വസ്തനായിരിക്കണം. കംസൻ ഒരാളെ പറഞ്ഞയച്ചാൽ അവിടെ കേടാവടം ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും, അതും പോകും. കംസനും വിശ്വസ്തനായിരിക്കണം, അവർക്കും വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാളെ നോക്കിയ സമയത്ത് അക്രൂരനെയാണ് കിട്ടിയത്. അക്രൂരൻ കംസൻ്റെ ഏറ്റവും വിശ്വസ്തനാണ്. അപ്പോൾ അക്രൂരനോട് കംസൻ പറഞ്ഞു, അക്രൂര, ഞാൻ നിങ്ങളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നന്ദഗോപരുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു യാഗം നടത്തുന്നുണ്ട്, അങ്ങനെ ധനുര്യാഗം നടത്തുന്നുണ്ട്, അതിനുവേണ്ടി എല്ലാവരും കുടുംബത്തോടു കൂടി ഇവിടെ വരണമെന്ന് കംസൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നേ പറ്റൂ, ഈശ്വരാനുഗ്രഹം വാങ്ങിയേ പറ്റൂ, എല്ലാവരുടെയും അനുഗ്രഹം വേണം, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവിടെ വരണമെന്ന് അക്രൂരൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ വരും എന്ന് പറഞ്ഞു. അക്രൂരൻ ആകെ പ്രശ്നമായി. എന്താ, കൃഷ്ണഭക്തനാണ്, എങ്ങനെ പോയി അവരെ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്നെന്ന് അപ്പോൾ പറയാൻ പറ്റുമോ? നിങ്ങളെ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്നത് എങ്ങനെ പറയും? ഭക്തനോട്, ഒരു ഭക്തൻ തൻ്റെ ഗുരുവിനോട്, ഈശ്വരനോട് എങ്ങനെ പറയും? ഒരു വശം ദുഃഖം, മറ്റൊരു വശം കടമ. പോവാതിരിക്കാൻ രണ്ട് കാരണമുണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, പോവില്ല പറഞ്ഞാൽ കംസൻ അവിടെ തന്നെ കശാപ്പ് കഴിക്കും. രണ്ടാമത്, അക്രൂരൻ സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ്, അദ്ദേഹത്തിന് ചെയ്തേ പറ്റൂ. എന്താ ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ കംസൻ പറഞ്ഞാൽ ചെയ്യണമെന്നുണ്ടോ? ഉണ്ട്. കാരണം കംസൻ്റെ ചോറാണ് അദ്ദേഹം തിന്നുന്നത്. അപ്പോൾ കംസൻ്റെ ചോറ് തിന്നുന്നത് കംസന് സഹായിച്ചേ പറ്റൂ, അതാണ് ധർമ്മം. തമിഴ് പറയാറുണ്ട്, ചെഞ്ചോറ്റ് കടൻ തീർക്ക ചേരാത ഇടം ചേർന്ന് വഞ്ചത്തിൽ വിഴുந்தாയടാ കർണാൻ വഞ്ചകൻ കണ്ണനടാ. അതായത് ചെഞ്ചോറ്റക്കടം, ഒരാളുടെ നിന്ന് ഭക്ഷണം നമ്മൾ വാങ്ങിക്കഴിച്ചാൽ
അദ്ദേഹത്തിന് നമ്മൾ അടിമയാണ്, പകരം ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് കർണൻ ദുര്യോധനൻ്റെ ഭാഗത്ത് ചേർന്നത്. ദുര്യോധനൻ ചെയ്യുന്ന അക്രമമാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനറിയാമെങ്കിലും കൂടി പുറമെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല ദുര്യോധനെ. കാരണം ദുര്യോധനൻ്റെ ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചിരിക്കുന്നത്. അവിടെ ധർമ്മം അതാണ്. അപ്പോൾ കർണൻ ചെയ്തത് അവിടെ ധർമ്മമാണ്. അതേ ധർമ്മമാണ് അക്രൂരനും ചെയ്യുന്നത്. കാരണം കംസൻ്റെ ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണഭക്തനാണെങ്കിൽ കൂടിയും കംസൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പോകണം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. അത് അദ്ദേഹം പാലിച്ചു. അപ്പോൾ മനസ്സോടെ ആണെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞു ശരി പോവാം. അങ്ങനെ അദ്ദേഹം പോയി വൃന്ദാവനത്തിൽ അവിടെ പോയി പറഞ്ഞു. വളരെയധികം കരഞ്ഞുകൊണ്ട് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് രാജകീയമായ സ്വീകരണമാണ് കൊടുത്തത് അവർ. കാരണം ബന്ധുവാണ്, വളരെ കാലത്തിന് ശേഷമാണ് വന്ന് അദ്ദേഹം നന്ദഗോപാൽ കൃഷ്ണനെയും ബലരാമനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ ചെറിയച്ഛനാണ്, നമ്മുടെ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാലിൽ വീണു. വമ്പിച്ച സ്വീകരണം കൊടുത്തു. ഇത് കണ്ടപ്പോൾ തന്നെ അക്ബറിൻ്റെ കണ്ണ് കഴിഞ്ഞു. എന്താ, കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നവർ രാജകീയമായ സ്വീകരണം നൽകുന്നു. എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒടുവിൽ എല്ലാം കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, അക്ബരൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാനിവിടെ വന്നിരിക്കുന്ന കംസൻ്റെ ഒരു ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ചോദിച്ചാൽ അവിടെ ഇങ്ങനെ ധനുര്യാഗം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും ഒന്ന് പങ്കുകൊള്ളണമെന്ന് കംസൻ നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞേച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു ഓ തീർച്ചയായും വരുമല്ലോ. കൃഷ്ണനും രാമനും പറഞ്ഞ അമ്മാവനല്ലേ വിളിച്ചിരിക്കുന്നത്, മാതൃഗ്രഹത്തിൽ പോകുന്ന ഇത്ര അമ്മാവൻ്റെ വീട്ടിൽ പോകാൻ ഇത്ര എന്താ, ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വിവരം അറിഞ്ഞാൽ തന്നെ വരും തീർച്ചയായും. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ വേറെയാണ് കേട്ടോ. കംസവധം നടക്കാനുള്ള സമയമായി എന്ന് കൃഷ്ണനറിയാം, ബലഭദ്രസ്വാമിക്കും അറിയാം. അതുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അക്ബരൻ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കംസൻ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങളെ കൊല്ലാനാണ് അവിടെ ഉദ്ദേശം. അവിടെ മല്ലയുദ്ധന്മാരെ കൊണ്ട് മല്ലയുദ്ധം ചെയ്ത് മുഷ്ടിചാരകന്മാരാണ് അവരുടെ പേര്. അവരെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് മല്ലയുദ്ധം ചെയ്യിച്ച് നിങ്ങളെ കൊല്ലുക, അല്ലെങ്കിൽ കുവലയം എന്ന ഒരു ആനയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ആനയെ കൊണ്ട് കുത്തിക്കൊല്ലുക. ഇങ്ങനെ പലവിധമായ ഗൂഢാലോചനകളും കൊണ്ടാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അത് സാരമില്ല, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ, അത് സാരമില്ല, വിളിച്ച അവസ്ഥയ്ക്ക് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് അക്ബരനോട് കംസൻ പറഞ്ഞ ഒരു കഥ കൂടി ഞാൻ പറയാം. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നീടും പറയാം എന്ന് പറഞ്ഞ് അതുകൊണ്ട് പറയുകയാണ്. അക്ബരനോട് കംസൻ പറഞ്ഞു, അക്ബര, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ഉഗ്രസേനൻ്റെ പുത്രൻ അല്ല. ഭ്രമിളൻ എന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ. അദ്ദേഹം ഒരു ഗന്ധർവനാണ്. ഒരിക്കൽ എൻ്റെ അമ്മ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് കൂട്ടുകാരും ഒരുമിച്ച് വനത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് ഈ ഭ്രമിളൻ എന്ന ഈ ഗന്ധർവൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ സൗന്ദര്യം കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ രൂപം ധരിച്ച്, അതായത് ഉഗ്രസേനനെ പോലെ രൂപമായി. അവർക്ക് അങ്ങനെ സാധിക്കും. യക്ഷഗന്ധർവ കിന്നരന്മാർക്ക് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്, അവർ വിചാരിച്ച രൂപം എടുക്കാം. എൻ്റെ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് വനാന്തരത്തിൽ കൊണ്ടുപോയി ആസ്വദിച്ച് ഗർഭിണിയാക്കി. ആ ഗർഭത്തിലാണ് ഞാൻ ഉണ്ടായത്. ഒടുവിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ വിവരം അറിഞ്ഞു. താൻ ബന്ധിക്കപ്പെട്ടതാണ്, ഇങ്ങനെ ആക്രമിക്കപ്പെട്ടതാണ് പറഞ്ഞു.
ഗന്ധർവനോട് ചോദിച്ചു, നീ ചെയ്തത് മര്യാദയാണോ? നീ ഒരു ഗന്ധർവനാണ്. എന്നെ വഞ്ചിച്ച് എൻ്റെ ഭർത്താവിൻ്റെ രൂപം കൊട്ട് എന്നെ ആക്രമിച്ചു ബലാത്സംഗം ചെയ്തു, ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഗന്ധർവൻ പറഞ്ഞു, തെറ്റാണ്, സമ്മതിക്കാം. പക്ഷേ നിങ്ങൾക്കുണ്ടാകുന്ന പുത്രൻ ആരാലും ഒരു ഗന്ധർവൻ്റെ പുത്രനാണ്. അതിബലവാനായിരിക്കും, അതിശക്തിവാനായിരിക്കും. അതുകൊണ്ട് അവനെ കൊല്ലാൻ ഈശ്വര ചൈതന്യമുള്ള ഒരു മനുഷ്യനെയും സാധിക്കുള്ളൂ, മറ്റാർക്കും സാധിക്കില്ല എന്ന് ഗന്ധർവൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എന്ന് കംസൻ പറയുകയുണ്ടായി. അപ്പം കംസനോട് ഇതാരാ പറഞ്ഞ? നാരദൻ വന്ന് കംസനോട് പല പ്രാവശ്യങ്ങളായി പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പം ഈ കഥ ആകെ 3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. നാരദനെ വിട്ടതല്ല, കംസൻ, ഇപ്പോൾ അക്രൂരൻ, കംസൻ്റെ അമ്മ, ഇങ്ങനെ 3 പേർക്കേ അറിയുള്ളൂ. ബാക്കി ആർക്കും അറിയില്ല ഈ രഹസ്യം എന്ന് കംസൻ അക്രൂരനോട് പറഞ്ഞു. അക്രൂരനോട് പറയാൻ കാരണം കംസൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു യാദവനായിരുന്നു അക്രൂരൻ. അതുകൊണ്ട് അക്രൂരനോട് പറഞ്ഞു. ഈ കഥകളെല്ലാം അക്രൂരൻ ഇവിടെയും പറയുണ്ടായി. അങ്ങനെ രാമകൃഷ്ണന്മാരും ഒരുമിച്ച് പിറ്റേ ദിവസം അക്രൂരൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇനി നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.